ഹായ് ഫ്രണ്ട്സ്, റീന സൈക്കോളജിക്കൽ ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വികാരം തോന്നുന്ന പ്രായം ഏതാണെന്നാണ്. എന്ന് വെച്ചാൽ ലൈംഗികപരമായിട്ട് സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രായം, ഫിസിക്കലി മെൻ്റലി. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗിക വികാരം അവർക്ക് വരുന്നതും പ്രകടിപ്പിക്കുന്നതുമൊക്കെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ ജനിച്ചു വളർന്ന ചുറ്റുപാട്, വീട്, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ആരോഗ്യം, അതുപോലെ തന്നെ അവരേത് വീട്ടിൽ ജനിച്ചു, ഏത് സാഹചര്യത്തിൽ ജനിച്ചു, എങ്ങനെ വളരുന്നു, മാതാപിതാക്കളൊക്കെ എങ്ങനെയാണ്, പിന്നെ അവർക്ക് കിട്ടുന്ന സാമൂഹ്യപരമായിട്ടുള്ള ഫീഡ്ബാക്ക്, വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ, വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം, മക്കളുടെ സ്നേഹം, ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു സ്ത്രീയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾക്കും എന്ന് വെച്ചാൽ സ്ത്രീ അങ്ങനെ ആശ്രയിക്കുന്നതല്ല, എന്നാലും പല കാര്യത്തിനും ഒരു ആശ്രയത്വം സ്ത്രീക്ക് ചെറുപ്പം മുതലേ ഉണ്ടാകുന്നുണ്ട്. അപ്പം പലർക്കും പല പ്രായത്തിലാണ് ഈ ലൈംഗിക ചിന്ത വന്ന് തുടങ്ങുന്നത്, അത് ഘട്ടം ഘട്ടമായിട്ട് പുരോഗമിച്ച് വരുന്നതും. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് സ്ത്രീയുടെയും പുരുഷൻ്റെയും സൈക്കോളജിക്കലായിട്ടുള്ള അതുപോലെ സെക്സ് പരമായിട്ടുള്ള പ്രോബ്ലംസിനെ വിശകലനം ചെയ്യുന്നൊരു ചാനലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുന്നതിന് എപ്പോഴെങ്കിലും ഒരു പ്രയോജനം ചെയ്തേക്കാം. അപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും ഹോർമോണിൻ്റെ ഒരു വലിയ സ്വാധീനം അവരുടെ വിചാരങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വികാരം തോന്നുന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു 35 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള ആ പ്രായമായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടൊരു പ്രായം പറയാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വികാരം തോന്നുന്നത് ഒരു 37-38 ആ ഒരു സ്റ്റേജിലായിരിക്കും. ശരീരവും മനസ്സും ഏറ്റവും അധികം ഡിമാൻഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ലൈംഗികതയ്ക്ക്. അപ്പോൾ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ 40 വയസ്സിനോടൊക്കെ അടുക്കുന്ന സമയത്ത് അവർ ഫിസിക്കലി മെൻ്റലി കുറച്ച് ഫ്രീ ആകും. അപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ കാര്യം നോക്കാനുള്ള ആ കുട്ടികളായിരിക്കുന്ന ആ പ്രായമൊക്കെ മാറി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു സ്റ്റേജ് ഔട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ അവർക്കൊരു മെൻ്റലി ധൈര്യം കിട്ടുന്നുണ്ട്. കുട്ടികളൊക്കെ ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പം കുറച്ചുകൂടെ മാനസികമായിട്ട് അവർ സ്വതന്ത്രമാകുന്നു, കുറച്ചുകൂടെ മച്വറാകുന്നു. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെനപ്പോസിന് മുമ്പുള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പ്രസവമൊക്കെ നിർത്തിയവരായിരിക്കും കൂടുതൽ പേരും. എന്നാൽ 20 വയസ്സിലും 25-ലും 30-ലുമൊക്കെ വികാരമുണ്ട്. പക്ഷേ എന്നാലും ആ പ്രായത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രാരാബ്ദം ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റേതായിട്ടുള്ള ആ ഊർജ്ജം കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്, ജോലി നേടണം, വിവാഹം കഴിക്കണം, കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ കുറേ ഊർജ്ജങ്ങളും അവരുടെ ആ ഒരു മെൻ്റലി ഫിസിക്കലി അവർ ഊർജ്ജം കേന്ദ്രീകരിക്കുന്നത് കൂടുതലും ആ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും പ്രകൃതിയാൽ തന്നെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം കിട്ടുന്ന ഒരു പ്രായമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രായം. അതുകൊണ്ടാണ് വികാരം കൂടുതലായിട്ട് ശരീരം ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം ഞാനീ പറയുന്നത് ഈ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. സ്വന്തം ശരീരത്തെയും മനസ്സിനെയൊക്കെ ആരോഗ്യത്തോടെ സൂക്ഷിച്ച് സ്വന്തം വിചാരങ്ങളെ മാനിക്കുകയും അതിനെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടായാലും മറ്റു പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട് അമിതമായിട്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ 40 വയസ്സിലും അവർക്ക് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും അവർക്ക് മറ്റ് പല ചിന്തകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അവരെ ഭരിക്കുന്നത്. പിന്നെ ചിലരുണ്ട് മക്കളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് ചിന്തകളിങ്ങനെ മനസ്സിൽ കയറ്റി സ്വന്തം വിചാരത്തെയൊക്കെ നശിപ്പിച്ച് കളയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഒത്തിരി ഗോസിപ്പുകളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ഒക്കെ സ്വന്തം വികാരത്തെ വ്രണപ്പെടുത്തുന്ന വീട്ടമ്മമാരും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യം നോക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്കും അറിയാൻ പറ്റും അവരുടെ ശരീരത്തെയും മനസ്സിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തണമെന്നുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു സാമൂഹ്യപരമായിട്ടുള്ള പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് പ്രായത്തിലും
നല്ല ലൈംഗികത ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വ്യക്തിത്വമുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അടിസ്ഥാനപരമായിട്ടുള്ള 2 എനർജി എന്ന് പറയുന്നത് ലവ് എനർജിയും സെക്സ് എനർജി ആയിരിക്കും. അപ്പോൾ ലവ് എനർജിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ലവ് എനർജി കൂടുതലായിട്ടും ഒക്കെ ആക്റ്റീവായിട്ടുള്ള ആ കാലഘട്ടം എന്ന് പറയുന്നത് ആ കൗമാര കാലഘട്ടം, അതുപോലെ ആ യുവത്വത്തിൻ്റേതായിട്ടുള്ള കാലഘട്ടമൊക്കെയാണ് കൂടുതലും ലവ് എനർജി അവരിൽ കൂടുതലും ആക്റ്റീവായിട്ടിരിക്കുന്നത്. പിന്നുള്ളത് സെക്സ് എനർജിയാണ്. അപ്പോൾ അത് കൂടുതലായിട്ടും ആക്റ്റീവ് ആകുന്ന കാലഘട്ടമാണ് ഈ ആഫ്റ്റർ 35. അപ്പോൾ ഈ ലവ് എനർജി സെക്സ് എനർജിയാണ് നമ്മൾ ക്രിയാത്മകമായിട്ട് മറ്റ് പല ഊർജ്ജമായിട്ട് മാറ്റുന്നത്. അതുപോലെ തന്നെ ഈ 37-38 കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടൊക്കെ വന്നു കഴിഞ്ഞ പ്രായമാണ്. അതുകൊണ്ട് അവർക്ക് മറ്റ് രീതിയിലൊന്നും ഊർജ്ജ നഷ്ടം സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യമൊക്കെ നോക്കി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടെ കംഫർട്ടബിളായിരിക്കും, ഒരു കംഫർട്ടബിൾ സോണിലായിക്കഴിഞ്ഞു. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഏതൊരു സ്ത്രീയും ഒരു 40 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരവരുടേതായിട്ടുള്ള ആരോഗ്യ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. മനസ്സിൻ്റെ ആയാലും സന്തോഷത്തിനൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ശരീരത്തിൻ്റെ കംഫർട്ടബിൾ കൂടുതലായിട്ട് നോക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം മുന്നോട്ട് പോകുന്തോറും അല്ലെങ്കിൽ പല പല അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാവാം. ഹോർമോൺ ഇംബാലൻസ്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ. കാരണം ഒരു മധ്യവയസ്സ് അതിനൊക്കെ മുമ്പുള്ള ഒരു സമയമാണ് ഈ 40 എന്ന് പറയുന്നത്. അപ്പം വീട്ടിലൊക്കെ ഉള്ള മറ്റുള്ളവരെക്കുറിച്ച് ഓർത്ത് കൂടുതലായിട്ട് ഉത്കണ്ഠപ്പെടാതെ, കൂടുതലായിട്ട് നെഗറ്റീവ് ചിന്തകളിലൊന്നും വന്ന് പെടാതെ, സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്യുക, അതുപോലെ മനസ്സിൻ്റെ ഉല്ലാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ സന്തോഷിക്കേണ്ട, യഥാർത്ഥത്തിൽ ജീവിതം തുടങ്ങേണ്ട ഒരു പ്രായമാണ് സ്ത്രീകളെ സംബന്ധിച്ച് ആഫ്റ്റർ 40 എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.